കൂത്തുപറമ്പ് വലിയ വെളിച്ചം വ്യവസായ പാർക്കിന് സമീപത്തെ അങ്കണവാടിയിലെ കുട്ടികൾ പൊടിശല്യം നേരിടുന്നതായുള്ള പരാതിയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അങ്കണവാടി സന്ദർശിച്ചു. കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. നിലവിൽ പരാതിക്കിടയാക്കിയ സ്ഥാപനം ഇപ്പോൾ പ്രവർത്തിക്കാത്തതിനാൽ അങ്കണവാടിയിൽ പൊടിശല്യം അനുഭവപ്പെടുന്നില്ലെന്ന് ജീവനക്കാർ കമ്മീഷനെ അറിയിച്ചു. വെള്ളം ഇങ്ങോട്ടേക്ക് പാവും. അതുകൊണ്ട് അല്ല അങ്ങനെ ആയാലും അവിടെ എന്തെങ്കിലും സംവിധാനമാക്കണ്ടേ? ഇല്ലെങ്കിൽ എങ്ങനെ കുട്ടികളൊക്കെ എങ്ങനെ വരുന്നു? ഇത്ര വലിയ മുൻപ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്കണവാടി സന്ദർശിച്ചത്. സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അങ്ങനെയൊരു സാഹചര്യം വന്നാൽ ഇടപെടുമെന്നും KV മനോജ് കുമാർ പറഞ്ഞു. അംഗൻവാടിയിലെ കുട്ടികൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പഠിക്കാൻ കഴിയുന്ന സാഹചര്യം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ള പരാതി ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഇവിടെ പരിശോധന നടത്തിയത്. പക്ഷേ ഇപ്പോഴ് ഏകദേശം എനിക്ക് തോന്നുന്നു ഇപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലെന്ന് തോന്നുന്നു. പരാതിക്ക് അടിസ്ഥാനമായ സ്ഥാപനം ഇപ്പോഴും അടച്ചുപൂട്ടിയിട്ടാണ് ഉള്ളത്. അതിന് ഏതെങ്കിലും തരത്തിൽ തുറന്നെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് ഇവിടെ എത്തിയപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായത്. അതിന് പിന്നീട് പരിശോധിക്കാം. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളില്ലെന്നാണ് ഇവിടെ പങ്കെടുത്തുള്ള ആളുകളിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. മുൻപ് സമീപത്തെ സ്ഥാപനത്തിൽ നിന്നുള്ള പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് അങ്കണവാടി ജീവനക്കാരും പ്രദേശവാസികളും ചേർന്ന് പരാതി നൽകിയിരുന്നു. എന്നാൽ നിലവിൽ സ്ഥാപനം പ്രവർത്തിക്കാത്തതിനാൽ പൊടിശല്യം ഇല്ലെന്ന് അങ്കണവാടി അധ്യാപിക ഷീജ പറഞ്ഞു. ഇവിടെ കമ്പനി തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പൊടിശല്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ അംഗനവാടി ഏരിയയിലുള്ള മൊത്തം ആൾക്കാരും പിന്നെ അംഗനവാടിയും കൂടി നമ്മൾ പരാതി കൊടുത്തതിന് സമരമെല്ലാം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ഇവിടെ അംഗനവാടി സന്ദർശിച്ചിട്ടുണ്ടേനും. ഇപ്പോൾ അംഗനവാടി ഇവിടെ കമ്പനി അത് അമോണിയം പ്ലാന്റിൽ പൂട്ടിയിട്ടാണ്. അതുകൊണ്ട് ഇപ്പം പ്രശ്നം പൊടിപടലങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണ് ഇപ്പം അവർ ബാലാവകാശ കമ്മീഷൻ എന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. പൊടിശല്യം രൂക്ഷമായതിനാൽ 1 വർഷം മുൻപാണ് അങ്കണവാടി ജീവനക്കാരും പ്രദേശവാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തുടർന്ന് സമീപത്തെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു. കമ്മീഷൻ അംഗം B മോഹൻകുമാർ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് ബീന, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി S ശ്രീജ, ICDS സൂപ്പർവൈസർ C വസന്ത തുടങ്ങിയവരും സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.